വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMACT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. 1201 ആണ്ട് ധനുമാസം 17-ാം തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിൽ 2026 ജനുവരി 1-ാം തീയതിയാണ്. അതായത് 2026 വർഷപ്പിറവി. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള പുതിയ വർഷം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനുള്ള ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. സർവേശ്വരനായ വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭരാശിയിലും ശനി മീനരാശിയിലും ഒക്കെയാണ്. കൂടുതൽ കാലം ഒരേ രാശിയിൽ നിൽക്കുന്ന വർഷഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വർഷഗ്രഹങ്ങളുടെ സ്ഥിതികൾക്കനുസരിച്ചാണ് വർഷഫലം തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികൾ മാസഫലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മാസഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ SMACT അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് 2026 വർഷം രാശി പകർച്ചയില്ല. മിഥുന രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ജൂൺ മാസം 2-ന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. ഈ ഗ്രഹസ്ഥിതിയും ഒക്കെ കണക്കിൽ എടുത്തുകൊണ്ടാണ് ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദം. മേടം രാശിയിൽ ജനിച്ചിട്ടുള്ളവർക്ക് വ്യാഴം 3-ാം ഭാവത്തിലും കേതു 5-ാം ഭാവത്തിലും രാഹു 11-ാം ഭാവത്തിലും ശനി 12-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നൊരു കാലഘട്ടമാണ്. ഈ രാശിക്കാർക്ക് 7.5 ശനിയുടെ കാലഘട്ടമായതുകൊണ്ട് ശനിയുടെ ചില അനിഷ്ട ഫലങ്ങളൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും. വരാൻ പോകുന്ന ജൂൺ 2-ന് വ്യാഴം മിഥുന രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കും. കർക്കിടകത്തിൽ വ്യാഴം ഉച്ചസ്ഥനാണ്. മേടൻ രാശിക്കാരുടെ സുഖസ്ഥാനമാണ് ഈ കർക്കിടകൻ രാശി. വ്യാഴം ഉച്ചസ്ഥനാകുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയൊക്കെ പ്രതീക്ഷിക്കാം. ഈ സമയത്ത് ധനപരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് ഉണ്ടാകും. മേടൻ രാശിക്കാർക്ക് വ്യാഴം ഭാഗ്യാധിപനും വ്യയാധിപനും കൂടി ആയതുകൊണ്ട് ഭാഗ്യവശാൽ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. ശുഭമായ കാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും അതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഔദ്യോഗികപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും. എങ്കിലും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദീർഘദൂര യാത്രകൾ വേണ്ടതായിട്ടും വരും. ഉല്ലാസയാത്രകൾ തീർത്ഥാടന യാത്രകളൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ ദാനധർമ്മ കാര്യങ്ങളിൽ വലിയ താല്പര്യമൊക്കെ ഉണ്ടാകും. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ലാഭവും നഷ്ടവും ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അതായത് വരവും ചെലവും ഒരുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. പുതിയ പുതിയ പദ്ധതികളൊക്കെ തുടങ്ങി വയ്ക്കുകയും അവയിലൊക്കെ വിജയിക്കുകയും ഒക്കെ ചെയ്യും. വർഷമധ്യത്തോടുകൂടി തൊഴിൽപരമായിട്ടുള്ള ഉന്നതികളൊക്കെ ഉണ്ടാകും. വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ വീടൊക്കെ കെട്ടാൻ സാധിക്കും.
പഴയ വീടൊക്കെ പുതുക്കി പണിയാനൊക്കെ ഉള്ള യോഗവും കൂടി കാണുന്നുണ്ട്. പുതിയ പല പദ്ധതികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാഭങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാകും. ഇൻഷുറൻസ് മുഖേനയൊക്കെ പണം വരാനുള്ളൊരു യോഗം കൂടിയുണ്ട്. പിന്നെ ക്രയവിക്രയങ്ങൾക്കുള്ള യോഗവും കാണുന്നുണ്ട്. ക്രയവിക്രയങ്ങൾ വഴി ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും. വരവ് പോലെ തന്നെ ചെലവുകളും അധികം ഉണ്ടാകുന്നൊരു വർഷം ആയതുകൊണ്ട് കഴിയുന്നത്രയും ആവശ്യമായിട്ടുള്ള ശുഭമായ ചെലവുകളായി മാറ്റാവുന്നതാണ്. ധനനഷ്ടം ഉണ്ടാകാതെ കഴിയുന്നത്രയും ആവശ്യമായ കാര്യങ്ങൾക്കായിട്ട് ചെലവുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ധനനഷ്ടം ഉണ്ടാകാതെ രക്ഷപ്പെടാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കുടുംബത്തിലുള്ളവർക്കോ അച്ഛനമ്മമാർക്കോ ഒക്കെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ മനപ്രയാസം ഉണ്ടാകാനുള്ളൊരു ഇടയുണ്ടാകും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നൊരു വർഷം കൂടിയാണ്. വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാൻ കഴിയും. ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. സ്വന്തം പേരിൽ ഭൂമി ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ വർഷം ഭൂമിയൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗം കൂടിയുണ്ട്. ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവിധ സഹായവും ഒക്കെ ലഭിക്കും. സുഹൃത്തുക്കളും തക്ക സമയത്തൊക്കെ സഹായിക്കും. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശ അപഹാര ഛിദ്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.